നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ലൂബിക്ക അച്ചാറാണ്. ലൂബിക്ക അച്ചാർ ഉണ്ടാക്കാൻ നേരത്തെ ആദ്യം ഒരു മൺപാത്രം എടുത്ത് നമ്മൾ ഗ്യാസിൽ വെച്ചു. അതിനുശേഷം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നില്ലെന്നേ ഉള്ളൂ. ഒഴിക്കുക, അത് നമുക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ, ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് കടുക് ഇടുക. കടുക് നന്നായി പൊട്ടണം. എല്ലാ കടുകും പൊട്ടിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണി പൊട്ടിക്കും അങ്ങനെയൊന്നുമല്ല. ഇപ്പം നമുക്ക് ഏകദേശം ഒരു ഇതറിയാമല്ലോ ഉണ്ടാക്കുന്നത്. പൊട്ടി വന്നെന്ന് അറിഞ്ഞ ശേഷം ഇപ്പം ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് എൻ്റെ കടുക്. ഞാനിട്ട് ഇത് പൊട്ടി വന്ന ശേഷം നമുക്കിപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇടാം, ഇട്ടില്ലേലും കുഴപ്പമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചേക്കുന്നത് അങ്ങ് ഇടുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നന്നായി വഴറ്റി ഇളക്കി എടുക്കുക. ഒത്തിരി കരിയൊന്നും വേണ്ട, ഒരുവിധം മൂത്ത് നല്ലൊരു പരുവായി വരുന്ന രീതിയിൽ. ഇതിപ്പം എണ്ണ നന്നായി തിളച്ചിരിക്കുന്നതുകൊണ്ട് വേഗം കരിഞ്ഞു വരും. അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഞാൻ കൂട്ടിയിട്ടാണ്, ഒരു മീഡിയം ലെവലിലിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി നന്നായി ഇതാക്കി കൊടുക്കുക. ഒരു ബ്രൗണിഷ് കളർ ആകുന്നിടം വരെ നമ്മൾ ഇളക്കി നന്നായിട്ട് ഇളക്കുക. അതായത് ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒരു പച്ചമണം മാറാൻ വേണ്ടിയാണ് നമ്മൾ ഈ എണ്ണയിലിട്ട് കുറച്ച് നേരം ഇളക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ ലൂബിക്ക അച്ചാർ കൂട്ടുമ്പം കടി കിട്ടുമ്പം ഒരു വറുത്തിരിക്കുവാണെങ്കിൽ കുറച്ച് നേരം ഇതുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊരു വഴുന്ന പരുവത്തി ആക്കിയെടുക്കും. ഇപ്പം ആയി വരുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ചേറെ, എനിക്കിപ്പം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ചുവ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. നിങ്ങൾക്കിപ്പോൾ ഭയങ്കര വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ നന്നായിട്ട് ഇഷ്ടമാണെങ്കിൽ നന്നായി എടുക്കുക. ഇപ്പം എൻ്റെ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പം ഒരുവിധം നന്നായിട്ട് വറുത്ത വരുമ്പം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഇപ്പോൾ ഞാൻ 4 ഈ ഐസ്ക്രീമിൻ്റെ ചെറിയ സ്പൂണ് കാണിക്കാവേ. ഇങ്ങനത്തെ ടൈപ്പ് സ്പൂണാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് കൂടെ 4 ടീസ്പൂണാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഈ മഞ്ഞപ്പൊടിയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കുക. ഇളക്കി ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് പെട്ടെന്ന് ഇളക്കി വിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ കടുകും ഇതെല്ലാം പൊട്ടി നന്നായി ഇതായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇപ്പം മഞ്ഞപ്പൊടിയുടെ ഒരു മണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഞാനിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവപ്പൊടി ആദ്യം ചേർക്കായിരുന്നു, പക്ഷേ ഞാൻ ഈ ബ്രാഹ്മൺസിൻ്റെ അച്ചാർ പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. അച്ചാർ പൊടി ചേർത്തുണ്ടാക്കുമ്പോൾ ഇതിനകത്തേക്ക് ഉലുവപ്പൊടിയും ഇതെല്ലാം അരിഞ്ഞ് ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് വേറെ ഉലുവ ചേർക്കണമെന്ന് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ അച്ചാർ പൊടി ഇവിടെ ചേർക്കുകയാണ്. ഞാൻ 2 പാക്കറ്റ് പൊട്ടിച്ച പാക്കറ്റാണ്, അതുകൊണ്ട് 1.5 പാക്കറ്റോളം ചേർക്കുകയാണ്. അച്ചാർ പൊടിയുടെ കളറാണ്. ലൈറ്റിൻ്റെ എഫക്റ്റ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് കടും ചുമലയായിട്ട് തോന്നുന്നു. അച്ചാർ പൊടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുക. അച്ചാർ പൊടിയുടെ ഒരു ഈ കനപ്പ് നല്ല കട്ടിയുള്ള ചുവയെടുത്ത് നിൽക്കാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുക. റൗണ്ട് ചെയ്ത് മൊത്തം തീ ഫ്ലെയിം കൂട്ടിയിട്ടോളുക. ഇത് ചെയ്യുമ്പോൾ ഇതിപ്പം നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പം എൻ്റെ ഒരുവിധം ഇളകി വന്നിട്ടുണ്ട്. നമ്മളൊരു പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി കുറച്ച് നേരം ഇവിടെ നിന്ന് ഇളക്കുക. ഇതിപ്പോൾ കണ്ടോ, നല്ലൊരു ലൂസ് പരുവത്തിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ ലൂബിക്ക ഉപ്പ് ചേർത്ത് ഇളക്കി. ഞാൻ കുറച്ച് ദിവസത്തേന് ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്. ഉപ്പ് വെള്ളം ചേർത്താണ് കിടക്കുന്നത്. ഉപ്പിലിട്ടതും കൂടെ കൂട്ടിയാണ്. കുറേശ്ശെ വെള്ളം ഞാൻ ഊട്ടിക്കളഞ്ഞു, കാരണം ഭയങ്കര ഉപ്പായി പോവും. അതുകൊണ്ട് ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് ലൂബിക്ക ചേർക്കാൻ പോവുകയാണ്. ഈ ലൂബിക്ക ഇടുന്ന സമയം നമ്മൾ ഫ്ലെയിം കുറച്ചിടണം, അല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു പോകും.
ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഞാൻ ഇവിടെ കുറച്ച് വെള്ളം കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്, ഉപ്പുവെള്ളം കൂട്ടിയാണ് വെച്ചിരിക്കുന്നതെന്ന്. പക്ഷേ ആ ഉപ്പുവെള്ളം മൊത്തം ഞാൻ ഇവിടെയോട്ട് ഒഴിച്ചിട്ടില്ല. ഞാൻ ഇത്ര ഉപ്പുവെള്ളം മിച്ചം വെച്ചിട്ടുണ്ട്. കാരണം ഇത് നമ്മളിപ്പോൾ ഉപ്പ് മൊത്തം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് കൂടുതലാണെങ്കിൽ ഒന്നിനും കൊള്ളത്തില്ലാതായി പോവും. അതുകൊണ്ട് നമ്മൾ ഉപ്പ് പരുവത്തിന് നോക്കി ഇടുവാണെങ്കിൽ പരുവം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.